എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാവിലെ 5:30 സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് കതിവന്നൂർ വീരൻ തെയ്യം കാണാൻ പോവുകയാണേ. അപ്പോൾ നമുക്കിന്ന് കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ രാവിലെ 5:30 ഹനീനെ കൊണ്ടുപോയില്ല, ഹനി ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാനും മുന്തും മാത്രമായിട്ട് തെയ്യം കാണാൻ പോവുകയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും തെയ്യം ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ മാങ്ങാട് എന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന മന്ദപ്പൻ ചേകർ എന്ന വ്യക്തിയാണ് പിൽക്കാലത്ത് ദൈവപരിവേഷം കെട്ടി തെയ്യമൂർത്തിയായി കെട്ടിയാടപ്പെടുന്ന കതിവന്നൂർ വീരൻ തെയ്യം. ഒരിക്കൽ വീട് വിട്ട് കുടകുമലയിലേക്ക് പുറപ്പെട്ട മന്ദപ്പൻ കതിവന്നൂരിലുള്ള തൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തിച്ചേരുകയും അവിടുന്ന് അമ്മാവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു പ്രാവശ്യം കുടകിലുള്ള കുടകന്മാരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് മലയാളികളുടെ കൂടെ അദ്ദേഹം കുടകിലേക്ക് പുറപ്പെട്ടു. കുടകരുമായുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ മന്ദപ്പൻ ചെമ്മരത്തി എന്നുള്ള പേരുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു കതിവന്നൂർ വെച്ച്. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം മന്ദപ്പൻ കുടകരായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് കുടകിലേക്ക് പുറപ്പെടുകയും യുദ്ധം വിജയിക്കുകയും ചെയ്തു. യുദ്ധം ജയിച്ചു വരുന്ന മന്ദപ്പന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കി ചെമ്പരത്തി കാത്തിരുന്നു. പക്ഷേ തിരിച്ചു വരുന്ന വഴിയിലാണ് മന്ദപ്പന് മനസ്സിലായത് തൻ്റെ പീഠമോതിരവും ചെറുവിരലും യുദ്ധത്തിനിടയിൽ നഷ്ടപ്പെട്ടു എന്ന്. അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്
മന്ദപ്പൻ തിരിച്ച് കുടകിലേക്ക് പുറപ്പെട്ടു. പക്ഷേ യുദ്ധപരാജയത്തിൽ ദേഷ്യത്തിലായിരുന്ന കുടകന്മാർ ചതിയിൽ മന്ദപ്പനെ 64 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ വാഴത്തടയും പന്തവും വെച്ചുണ്ടാക്കിയ തറ ചെമ്മരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അത് ചെമ്മരത്തി തറ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ ചടങ്ങുകളിൽ സിഗ്നിഫിക്കൻ്റായ ഒരു സ്ഥാനം ഈ ചെമ്മരത്തി തറക്കുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അങ്ങനെ തൻ്റെ പീഠമോതിരവും ചെറുവിരലും അന്വേഷിച്ചു പോയ മന്ദപ്പൻ പിന്നീട് തിരിച്ചു വന്നില്ല. ഭർത്താവിൻ്റെ വിയോഗം അറിഞ്ഞ ചെമ്മരത്തിയാവട്ടെ അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു. തൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങിയ അമ്മാവൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മുമ്പിൽ മന്ദപ്പൻ ദൈവക്കരുവായി മാറി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ മന്ദപ്പനെ ദൈവക്കരുവായി മാറിയ മന്ദപ്പൻ്റെ കോലം കെട്ടിയാടിക്കുകയും കതിവന്നൂർ വീരൻ എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു. അങ്ങനെ മന്ദപ്പൻ്റെ അമ്മാവൻ നൽകിയ പേരാണ് കതിവന്നൂർ വീരൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 5:30 ആയപ്പോഴാണ് തെയ്യം കാണാൻ വന്നത്. ഇപ്പോൾ 6 മണി 6:30 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് ഈ ചടങ്ങുകളൊക്കെ അവസാനിച്ചു. ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ്, ചെമ്മരത്തിത്തറ തറിക്കുന്നത് ഉൾപ്പെടെയുള്ള. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് 2 മണിക്ക് വരാം. അതുവരെ തെയ്യം ഈ പീഠത്തിൽ വിശ്രമിക്കുക ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ചടങ്ങുകൾ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.